ഹായ് ഗൈസ്, എൻ്റെ പേര് ജോസഫി ജോർജ്. ഞാൻ അവോധ.comന്റെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. നോർമലി അവോധയുടെ എന്ത് വീഡിയോയിലും നിങ്ങൾ എന്നെ കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവോധയുടെ ഏതെങ്കിലും സക്സസ് പറയാൻ വേണ്ടിയിട്ടായിരിക്കാം വന്നത്. നമ്മൾ വിജയിച്ചു, നമുക്ക് ഇന്ന സാധനം തുടങ്ങി. അവോധ വിവിധ സംസ്ഥാനങ്ങളിൽ പല ഓഫ്ലൈൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഓരോരോ സക്സസ് സിറ്റുവേഷൻ, ഞങ്ങൾ വിജയിച്ചു വന്നിരിക്കുന്ന സിറ്റുവേഷനാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുകയാണ്. അവോധ തോറ്റു എന്ന് നിങ്ങളുടെ അടുത്ത് പറയാൻ, അവോധയുടെ തോൽവി സമ്മതിക്കാനും ആ തോൽവിനെ പറ്റി മനസ്സിലാക്കാനും അതിനെ പോസ്റ്റ്മോർട്ടം എടുക്കാനുള്ളൊരു ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനേക്കാളും മുമ്പ് അവോധയെ പറ്റി ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ BA ഹിസ്റ്ററിയാണ് പഠിച്ച, UC കോളേജിലാണ് പഠിച്ച. ആലുവയിൽ 100 വർഷം പഴക്കമുള്ള ഒരു കോളേജാണ് എറണാകുളം ജില്ലയിലുള്ളത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിദ്യാർത്ഥികൾക്ക്, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, അതിൻ്റെ പേര് വിദ്യ എഡ്യൂക്കേഷൻ ആപ്പായിരുന്നു. അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ബിൽഡ് ചെയ്ത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് വിദ്യാർത്ഥികളുടെ ഇടയിൽ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് എത്തിക്കാമെന്നായിരുന്നു അതിൻ്റെ ഒരു മിഷൻ, അതിൻ്റെ ഒരു മോട്ടോ. അത് ഫ്രീ ആയിട്ട് ഞാൻ എത്തിച്ചു. ആ ഒരു പ്രോജക്റ്റ് നടത്തിയ സമയത്ത് എനിക്ക് പ്രധാനമായിട്ട് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, ഫ്രീ ആയിട്ട് നമ്മളിപ്പോൾ ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഒരു പക്ഷേ പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് ടീച്ചേഴ്സ് വേണം, നല്ല മിഷനുള്ള ടീച്ചേഴ്സ് ഉണ്ട് ഈ ലോകത്ത്, നല്ല പാഷനേറ്റ് ആയ ടീച്ചേഴ്സ് ഉണ്ട്. ഈ പല ടീച്ചേഴ്സ് അവോധയിൽ തന്നെയാണ് ജോലി ചെയ്യണത്. കേരളത്തിലെ പാഷനുള്ള പല ടീച്ചേഴ്സും അവോധയിൽ തന്നെയാണ് ജോലി ചെയ്യണത്. പക്ഷെ അങ്ങനത്തെ ടീച്ചേഴ്സ് വരണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ശമ്പളമായിട്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം. വീട്ടിലൊന്നും പ്രത്യേകിച്ച് കാശൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവോധ തുടങ്ങി 2500 രൂപ, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ ഈ സ്ഥാപനം കൊണ്ടെടുക്കാൻ ആ എമൗണ്ട് ചാർജ് ചെയ്തിട്ട് 2500 രൂപ ചാർജ് ചെയ്തിട്ട് നമ്മൾ ടീച്ചേഴ്സിനെ ഹയർ ചെയ്തു. നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് നമുക്ക് വിദ്യാർത്ഥികളുടെ അടുത്ത് എത്തിക്കാൻ പറ്റി. 2500 എന്നുള്ള പ്രൈസ് പോയിന്റിൽ നമ്മൾ ഇത്തിരി നാൾ ഓടി. GST എന്നുള്ളൊരു കോൺസെപ്റ്റ് അതിനകത്ത് വന്നു. GST അടയ്ക്കണം എന്ന് ഗവൺമെൻറ് പറഞ്ഞു. ഒരു സ്ഥാപനം ഒരു സർട്ടൻ ടേൺ ഓവർ, ഇത്തിരി ബിസിനസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ GST അടയ്ക്കണം നിർബന്ധം വരും. അങ്ങനെ GST അടയ്ക്കണം എന്നുള്ള നിർബന്ധം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ 2500 നിന്ന് ശരിക്കും പ്രോഡക്റ്റ് പ്രൈസ് കുറയ്ക്കുക ചെയ്ത് 2300 ആയി. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ 2300 മുകളിൽ ഒരു 400 രൂപ GST, 400 സംതിങ് രൂപ GST കൂടെ വന്നപ്പോഴാണ് ടോട്ടലി 2300 ആയി. 2300 സംതിങ്ങും എമൗണ്ട് ആയി. 400 സംതിങ് ആയിരുന്നു GST. അങ്ങനെ 2800 ആയി. 2800 എന്നുള്ള പ്രൈസ് പോയിന്റിലായിരിക്കും നിങ്ങൾ മെജോറിറ്റി ആൾക്കാർ നിങ്ങൾ കണ്ടത് അല്ലെങ്കിൽ അവോധനെ പറ്റി അറിഞ്ഞത്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒത്തിരിയധികം നാൾ ഓടിയതിൻ്റെ ശേഷം ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ, അതാണ് ഈ ഫ്ലാഷ് ബാക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അതിനകത്ത് നമ്മളിപ്പോൾ ട്രഡീഷണലി ഇതേ ഇൻഡസ്ട്രിയിൽ, അതായത് ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി, കോളേജ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ട്രഡീഷണലി 30,000-40,000 രൂപ എല്ലാം വരുന്ന കോഴ്സുകൾ, ഫീസ് വരുന്ന കോഴ്സുകൾ നമ്മളീ പറഞ്ഞ 2800 രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് വിചാരിക്കാവുന്നേ ഉള്ളൂ, പഴയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കുറേ പ്ലെയേഴ്സ് നമ്മുടെ എഗെയിൻസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ അഗ്രസീവായിട്ട് തന്നെ നമ്മുടെ എഗെയിൻസ്റ്റ് വന്നു. ഇത് തുടക്കത്തിൽ വളരെ ലളിതമായ അല്ലെങ്കിൽ വളരെ സൗമ്യമായ റിയാക്ഷൻസ് ആയിരുന്നു അവരുടെ ഭാഗത്ത് നിന്ന്. ചെറുതായിട്ട് കുറ്റം പറയുക, വിളിക്കുന്ന സമയത്ത്, കുട്ടികളെ വിളിക്കുന്ന സമയത്ത് കുറ്റം പറയുക, ഇത്തിരി നെഗറ്റീവായിട്ടുള്ള സ്റ്റോറീസ് സ്പ്രെഡ് ചെയ്യുക. പിന്നെ അത് ഇത്രയും കൂടെ എസ്കലേറ്റ് ആയി, ഇത്രയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അത് നെഗറ്റീവ് റിവ്യൂസിലേക്ക് വന്നു. അവർ തന്നെ വന്ന് നെഗറ്റീവ് റിവ്യൂ ഇടും ഇത്തിരി. പിന്നെ ഫേക്കായ കമൻറ്റുകളായി. ഇതിനെപ്പറ്റി എല്ലാം ഞാൻ തെളിവ് സഹിതം എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഈ റിവ്യൂസ് ആരാണ് ഇടുന്നത്, ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് പലപ്പോഴും 2 ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത പ്രൊഫൈലായിരിക്കും ഇന്ന് വന്നിട്ട് അവോധനെതിരെ നെഗറ്റീവ് റിവ്യൂ ഇടണേ. യൂട്യൂബിലൊക്കെ ചില പ്രൊഫൈലുകളുണ്ട്, അവോധയുടെ എല്ലാ വീഡിയോയുടെ അണ്ടറിൽ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ ഇടുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് യൂട്യൂബിൽ കാണാം. അങ്ങനെ ഞാൻ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്കത് കാണാനായിട്ട് സജഷൻസിനകത്ത് ഇടാം. ഇങ്ങനത്തെ രീതിയിൽ അറ്റാക്സ് വന്നു കഴിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ സർവൈവ് ചെയ്തു. ഇപ്പോൾ നമ്മൾ 4ാമത്തെ വർഷത്തിലാണ് അവോധ ഇരിക്കുന്നത്. അപ്പം ഓബിയസ്ലി നമ്മളത് സർവൈവ് ചെയ്തു. ഞാനൊരു 22 വയസ്സായിരുന്നപ്പോൾ തുടങ്ങിയ സ്ഥാപനമാണ്. ഇപ്പം 26 വയസ്സായി, 4 വർഷമായി. അപ്പം അത് നമ്മൾ സർവൈവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെയും ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയി. ഈ സ്ഥാപനങ്ങളുടെ മെത്തേഡ്സ് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കേസുകൾ, പലതരം കേസുകൾ നമ്മൾ എതിരിടാൻ തുടങ്ങി. അത് പേഴ്സണലി അറ്റാക്ക് ഉണ്ടായിരുന്നു, സ്ഥാപനത്തിനെതിരും കേസുണ്ട്, പേഴ്സണലിയും കേസ് ഇട്ടു. ഈ കേസുകളെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ നിയമത്തിന് നേരിട്ടു. അതെല്ലാം സോൾവ് ആയി. കാരണം നമ്മൾ തെറ്റ് ചെയ്യാത്ത കാര്യം നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും പറഞ്ഞു വരുത്തിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യാത്ത കൊണ്ട് തന്നെ അതെല്ലാം ഇല്ലാണ്ടായി പോയി. പക്ഷേ
എനിക്ക് പിന്നീട് മനസ്സിലായ കാര്യമാണ് ഈ കേസ് കൊടുക്കുക എന്നുള്ളത് ഇവരുടെ അല്ലെങ്കിൽ നിയമപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആദ്യമേ ഇവർക്കറിയാം. ഇവരുടെ ഉദ്ദേശമായിരുന്നത് അവർ തന്നെ ഒരു കേസ് കൊടുത്ത് പിന്നീട് അപ്പുറത്ത് പോയി അവർ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കിയിടും യൂട്യൂബിൽ. ആ വീഡിയോനകത്ത് അവർ പറയും ഈ ജോസഫ് എന്നുള്ള ഈ വ്യക്തിയെതിരും അവബോധന സ്ഥാപനത്തിനെതിരും കുറേ കേസുണ്ട്, അവർ തന്നെ കൊടുത്ത കേസ്, പിന്നെ അവർ തന്നെ അതിനെ പറ്റി വീഡിയോ ഉണ്ടാക്കും. 2 കേസ് അവർ കൊടുത്തിട്ടുണ്ടാവും, 2 കേസിനെ പറ്റിയായിരിക്കും പിന്നെ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ട്രെൻഡ് വന്നു. ഇതിൽ പല വീഡിയോസ് റിമൂവ് ആയി, നമ്മൾ കോടതിയിൽ പോയിട്ട് ഉത്തരം മേടിച്ച് പല വീഡിയോസ് റിമൂവ് ചെയ്യിപ്പിച്ചു. പിന്നെ പേഴ്സണലി ഞാൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഈ ശരീരപ്രകൃതി പറഞ്ഞിട്ട് വരെ പല അറ്റാക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. അത് ആ രീതിയിൽ പോയി. അങ്ങനെ ഈ വ്യത്യസ്ത രീതിയിൽ കേസും നമ്മുടെ ഭാഗത്തുനിന്നുള്ള കൃത്യമായ ഇടപെടലുകൾ നിയമപരമായിട്ട് നമ്മൾ കോടതിയെ സമീപിച്ചിരിക്കണേ. അങ്ങനെ നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ട് അത് ആ റൗണ്ട് അങ്ങനെ പോയി. പക്ഷേ ഈ വീഡിയോസിനകത്ത് അവർ പറഞ്ഞ ചില പോയിന്റുകൾ, അതിൽ അവർ വിദ്യാർത്ഥികളുടെ അടുത്തും ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ് നടത്തുന്നുണ്ട്. നമ്മളെ പറ്റിയും സ്ഥാപനത്തിനെ പറ്റിയും. എന്നെ പറ്റി പേഴ്സണലി ഉണ്ടാവും, പക്ഷേ എന്നെ പറ്റി പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, സ്ഥാപനത്തിനെ പറ്റി പറയുന്നതാണ് നമുക്കും എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ നെഗറ്റീവ് ക്യാമ്പയിനിങ്ങിനകത്ത് അവർ പറഞ്ഞ് ഉന്നയിച്ച ചില പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവോധയിൽ പ്ലേസ്മെന്റ്സ് നടക്കുന്നില്ല എന്നായിരുന്നു ഫസ്റ്റ് അവർ കഥ സ്റ്റാർട്ട് ചെയ്തത്. ഇത് അവർ തുടക്കത്തിൽ ഒരു 2021 മിഡൊക്കെ ആയപ്പോൾ തന്നെ ഈ ഒരു ആരോപണമായിരുന്നു മെയിനായിട്ട് അവർ ക്യാമ്പയിൻ ചെയ്ത് എത്തിക്കാൻ നോക്കിയത്. പക്ഷെ അത് ഏറ്റില്ല. കാരണം കരിയർ ടോക്സ് വിത്ത് അവോധ, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു കുട്ടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്ലേസ്മെന്റ്സ് എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ കരിയർ ടോക്സ് വിത്ത് അവോധ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇതേ സാധനം വേറൊരു സ്ഥാപനത്തിൽ ആൾക്കാർക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ 5, 6, 7 വർഷം അല്ലെങ്കിൽ 8 വർഷം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് നമ്മളുടെ ഒരു 10-1 പോലും വീഡിയോസ് ആൾക്കാർക്ക് കാണിക്കാനില്ല. അപ്പോൾ കരിയർ ടോക്സ് വിത്ത് അവോധ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അവിടെ പ്ലേസ്മെന്റ് കിട്ടിയ കുട്ടികളുടെ എക്സ്പീരിയൻസസ്, അവരുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടാൽ തന്നെ അവിടെ ആ പ്രശ്നം തീരും. പ്ലേസ്മെന്റ് ഇല്ല എന്നുള്ള കഥ അതിലൂടെ പരാജയമാവും. പിന്നീട് അവർ പറഞ്ഞു ഓക്കെ അവോധയിൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട്, കാരണം വീഡിയോ ഉള്ളതുകൊണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു സ്റ്റുഡൻ്റ് അടുത്ത് വിളിക്കുന്ന സമയത്ത് അവർ പറയുകയാണ് ഇല്ല, പ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് അവർ കഥ ചെറുതായിട്ടൊന്ന് മാറ്റി പറഞ്ഞു. പ്ലേസ്മെന്റ് ക്വാളിറ്റി ഇല്ല, ജോലി കിട്ടുന്ന ആൾക്കാർ ഈ പറഞ്ഞ 7,000 രൂപ, 8,000 രൂപ, 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ ശമ്പളം അല്ലെങ്കിൽ 15,000 രൂപ ശമ്പളത്തിനൊക്കെയാണ് വരുന്നത്. അതിലൊന്നും ക്വാളിറ്റി ഇല്ല, ജീവിതം രക്ഷപ്പെടില്ല, വെറുതെ ഒരു പേരിനുള്ളൊരു ശമ്പളമാണെന്ന രീതിയിൽ കഥ മാറി. അങ്ങനെ അവർ സ്റ്റോറി മാറ്റി. ഇങ്ങനെ സ്റ്റോറി മാറ്റിയിട്ട് അവർ പുഷ് ചെയ്തു. വലിയ രീതിയിൽ ഏറ്റില്ല. കാരണം നമുക്ക് 25,000, 30,000, 40,000 രൂപ ജോബ് സാലറി കിട്ടിയ കുട്ടികളുടെ വീഡിയോസ്, ടെസ്റ്റിമോണിയൽസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മളെടുത്ത് കാണിച്ചു കൊടുത്ത ആ കഥ അവിടെ തീർന്നു. പക്ഷേ നമ്മൾ തോറ്റത്, ഈ വീഡിയോ തുടങ്ങിയതൊരു തോൽവി എന്നാണ്. നമ്മൾ തോറ്റതും നമുക്ക് വിജയിക്കാൻ പറ്റാണ്ടിരുന്നതും എവിടെ വെച്ചാണെന്ന് വെച്ചാൽ സർട്ടിഫിക്കേഷൻ അവോധയ്ക്ക് ഇല്ല. അവോധ ഒരു വ്യാജ സ്ഥാപനമാണ്, അവോധയ്ക്ക് സർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ള കഥയിലാണ് നമ്മൾ ശരിക്കും തോറ്റുപോയത്. കാരണം ഈ ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ് അവർ വളരെ ശക്തമായിട്ട്, ഇപ്പോൾ ഒരു സ്ഥാപനമല്ല, അവോധയിൽ 40ഓളം കോഴ്സ് ഉണ്ട്. നമ്മൾ 6 ഭാഷയിൽ പഠിപ്പിക്കുന്നുണ്ട്. 7ാമത്തെ ഭാഷ ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇത്ര അധികം ഭാഷകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഏകദേശം എല്ലാവിധ വെറൈറ്റി ശത്രുക്കളെ നമുക്ക് സമ്പാദിക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ വെറൈറ്റി ആൾക്കാർ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ടൊരു ക്യാമ്പയിനായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ എഗെയിൻസ്റ്റ്, സോഷ്യൽ മീഡിയയിലും ഓഫ്ലൈനും വിളിക്കുന്ന സമയത്തൊക്കെ ആയിട്ട്. അപ്പം ഇതിനകത്ത് സർട്ടിഫിക്കേഷൻ ഇല്ല അവോധയ്ക്ക് എന്നുള്ളൊരു പോയിന്റിനകത്താണ് നമ്മൾ തോറ്റുപോയത്. അപ്പം ഈ ഒരു കോൺസെപ്റ്റിനെ പറ്റി നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ബാക്കി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നാളെ ഇപ്പോൾ ഒരു NGO തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നാളെ നിങ്ങളിപ്പോൾ ഒരു NGO തുടങ്ങി. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. വെറുതെ നമ്മളൊരു 4,000 രൂപ 7,000 രൂപ കൊടുത്താൽ സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്കൊരു NGO തുടങ്ങാം, ഒരു സംഘടന തുടങ്ങാം. ഈ സംഘടനയ്ക്ക് നല്ലൊരു ഗുമ്മുള്ള പേര് നിങ്ങൾ ഇടണം. അതായത് വല്ല നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡെന്നോ, ടെക്നിക്കൽ ബോർഡെന്നോ, ടെക്നിക്കൽ ബോർഡ് ഓഫ് നാഷണൽ എഡ്യൂക്കേഷനെന്നോ, കേന്ദ്രം വിദ്യാഭ്യാസം, അങ്ങനെ ഇത്തിരി വെയിറ്റ് വാക്കുകൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു NGO, നല്ലൊരു പേരുള്ളൊരു NGO നിങ്ങൾക്ക് തുടങ്ങാം. ഇത് തുടങ്ങിയതിൻ്റെ ശേഷം ഈ വെയിറ്റ് വാക്കുകൾ വെച്ച് നിങ്ങൾക്കൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടത്താം. നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് ഇറക്കുന്നുണ്ട്, അത് NGOയുടെ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു കഥ നൈസായിട്ട് അങ്ങോട്ട് ഇറക്കാം. ഈ കഥ നിങ്ങൾ ഇറക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ കൂടെ വേറെ കുറേ കമ്പനികളും കൂടും. അതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. കാരണം കഴിഞ്ഞ ഒരു 20-25 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ പല പ്രൈവറ്റ് സ്ഥാപനങ്ങളെ അവർ സമീപിക്കും. അതാണ് ഈ NGOസും കമ്പനികൾ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരെണ്ണം തുടങ്ങാം, നല്ല ഗുമ്മുള്ള പേരുണ്ടായാൽ മതി. അപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് അവരെ സമീപിച്ചിട്ട് അവർ സർട്ടിഫിക്കേഷൻ എടുക്കും. ആ സർട്ടിഫിക്കേഷന് ഒരു 10,000 രൂപ വില പറയും. ആ 10,000 രൂപ സ്റ്റുഡൻ്റ് അടുത്ത് കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. ഇത് നാഷണൽ എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് ഇന്ത്യ ഓഫ് ടെക്നിക്കൽ ആണെന്നൊക്കെ പറഞ്ഞ് കുട്ടീനെ കൺവിൻസ് ചെയ്ത് 10,000 രൂപ സ്റ്റുഡൻറ്റിൽ നിന്ന് മേടിക്കും. അത് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതം രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കുട്ടീനെ കൺവിൻസ് ചെയ്ത് അത് മേടിക്കും. ഈ 10,000 രൂപയിൽ നിന്നൊരു
7,000 രൂപ അവർ വെക്കും, അല്ലെങ്കിൽ 8,000 രൂപ, അല്ലെങ്കിൽ ഒരു 7,000 to 8,000 രൂപ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വെക്കും. ബാക്കി കാശ് ആ മെയിൻ സെൻറ്ററിലേക്ക് അയക്കും, ഈ NGO നടത്തുന്ന ആൾക്ക് അയക്കും. അങ്ങനെ അയച്ച് വർഷങ്ങളായിട്ട് നമ്മളെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പല വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെടുകയാണ്. ഇപ്പം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഡിഗ്രിയും PGയും എടുത്ത ആൾക്കാർ വരെ ബുദ്ധിമുട്ടി നടക്കുന്നുണ്ട്. പക്ഷേ കഴിവുള്ള, തൊഴിലറിയുന്ന ഒരാൾ, ഏതെങ്കിലും ഒരു കഴിവുള്ള ആൾ സഫർ ചെയ്യണതോ ബുദ്ധിമുട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം ഇതിനെപ്പറ്റി വിവിധ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഹാർവേഡ് എന്നുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുണ്ട്, പ്യൂ ഗവേഷണ കേന്ദ്രം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഈ സ്റ്റഡീസ് ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിഗ്രിയും PGയും എടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന, സഫർ ചെയ്യുന്ന പല ആൾക്കാരെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും, നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊക്കെ ആയിട്ട്. പക്ഷേ നല്ലൊരു സ്കില്ല്, നല്ലൊരു കഴിവ് അറിയുന്ന ഒരാൾ, അങ്ങനത്തെ ഒരു വ്യക്തി സഫർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ആ സ്കില്ല് ഇനിയിപ്പം അവോധ പഠിപ്പിക്കുന്ന 40 കോഴ്സിൽ ഒരു സ്കില്ലാവണമെന്നില്ല. ഇനിയിപ്പോൾ ഒരു ഇലക്ട്രീഷ്യൻ പണി ആയിക്കോട്ടെ, പ്ലംബിംഗ് പണി ആയാൽ പോലും നല്ല രീതിയിൽ സ്കില്ല് അറിയുന്ന ഒരാൾ ഒരിക്കലും സഫർ ചെയ്യില്ല. അവൻ എവിടെയെങ്കിലും പോയിട്ട് രക്ഷപ്പെട്ട് കുടുംബത്തിന് നല്ലൊരു വരുമാനം ഉണ്ടാക്കും. പക്ഷേ സ്കില്ലില്ല, കഴിവില്ലാത്ത ഒരാൾ എത്ര ഡിഗ്രി ഉണ്ട്, PG ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ജോലി കിട്ടി രക്ഷപ്പെട്ട അത് വേറെ സ്റ്റോറി. പക്ഷെ പ്രൈവറ്റ് സെക്ടറിൽ രക്ഷപ്പെടുത്തില്ല. അതിന് ഒത്തിരി അധികം ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഈക്കോ സിസ്റ്റത്തിൽ സർട്ടിഫിക്കേഷൻ പാടില്ല. അവോധ എന്നുള്ള സ്ഥാപനം സർട്ടിഫിക്കേഷൻ കൊടുക്കരുത്, ഇങ്ങനെ എക്സ്ട്രാ കാശ് കളക്ട് ചെയ്തൊരു സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഈഥോസ്, ഒരു പ്രിൻസിപ്പിളായിട്ടാണ് ഈ കമ്പനി 22ാം വയസ്സിൽ ഞാൻ തുടങ്ങിയത്. അപ്പം ഈ ഒരു ഈഥോസ് ഇന്ന് ഞാൻ വിട്ടുകളയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. കാരണം ഈ സർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് പല രീതികളും പിടിച്ചു വന്നിട്ടുണ്ട് കുട്ടികളുടെ ഇടയിൽ. ഈ ഒരു ഈഥോസ് വിട്ടുകളഞ്ഞിട്ട് ഞാനും അവോധയും ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇനി തൊട്ട് തരാൻ പോവാണ്. സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ബാക്കിയുള്ള വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അവോധ ഒരു സർട്ടിഫിക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ, NGO 7,000 രൂപ വില കൊടുത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു NGOയുടെ സർട്ടിഫിക്കേഷൻ നമ്മളെടുത്ത് തരത്തില്ല. അങ്ങനെ തരുന്നാളും ഭേദം ഈ കമ്പനിയും പൂട്ടിയിട്ട് വീട്ടിൽ പോയി വേറെ ഏതെങ്കിലും നല്ല ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കാമെന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല. നമ്മൾ കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള ഒരു ബോഡിയുടെ അടുത്ത് മാത്രമേ നമ്മൾ കുട്ടികളുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കത്തുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ആൻട്രപ്രണർഷിപ്പിൻ്റെ കീഴിൽ വരുന്ന NSDC, നാഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അക്രഡിഷൻ അവോധ എടുത്തിട്ടുണ്ട്. NSDCയുടെ കീഴിൽ 38ഓളം SSCs, സെക്ടർ സ്കിൽ കൗൺസിൽ, ഓരോരോ ഇൻഡസ്ട്രീസും ഓരോരോ മേഖലകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഏൽപ്പിച്ചിരിക്കുന്ന കമ്മിറ്റികളാണ്. അവോധയുടെ എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയിട്ടും നമ്മൾ ഈ ഓരോ കമ്മിറ്റിനെ സമീപിക്കുകയും ആ കമ്മിറ്റിയുടെ അടുത്ത് നമ്മൾ വേണ്ട രീതിയിലുള്ള അപ്രൂവൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. 38 SSCs ഉണ്ട്, സെക്ടർ സ്കിൽ കൗൺസിലുകൾ. ഈ ഓരോ സെക്ടർ സ്കിൽ കൗൺസിലുകൾ ഓരോ ഇൻഡസ്ട്രീസ് ആണ് നോക്കുന്നത്, ഓരോ കമ്മിറ്റികളുടെ പോലെ. നമ്മൾ ഈ ഓരോ സെക്ടർ സ്കിൽ കൗൺസിലിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് നമ്മുടെ കോഴ്സുകൾക്ക് ആവശ്യമുള്ള അക്രഡിഷൻ, അതായത് അതിനാവശ്യമുള്ള റെക്കഗ്നിഷൻ ഓരോ SSCs നിന്ന് മേടിക്കുകയും NSDC ആയിട്ട് ഒഫീഷ്യലി തന്നെ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ കോഴ്സുകളിൽ നമുക്ക് ഈ NSDCയുടെ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ അവോധ ഇനി തൊട്ട് 2 സബ്സ്ക്രിപ്ഷൻസിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. 2,800 രൂപ എന്നുള്ള പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു പ്രൈസ് പോയിന്റിൽ അവോധയുടെ വന്നുകൊണ്ടിരുന്ന സബ്സ്ക്രിപ്ഷൻസ്, അതായത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്, ലൈവ് ക്ലാസ്, 9 മണിക്കൂർ ലൈവ് ക്ലാസ്, ജാപ്പ്, ഈ എല്ലാ കാര്യങ്ങളുമായിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ സബ്സ്ക്രിപ്ഷനകത്ത് NSDCയുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. NSDCയും, അതായത് ഇത് നമ്മുടെ പഴയ സ്വപ്നം, നമ്മൾ തോറ്റുപോയതാണ്, എന്നാലും നമ്മുടെ പഴയ സ്വപ്നം അവിടെ വെക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം NSDCയുടെ സർട്ടിഫിക്കേഷൻ, അവോധ വിത്ത് NSDCയുടെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു സെക്കൻഡ് ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ ഏത് സബ്സ്ക്രിപ്ഷൻ തിരഞ്ഞെടുക്കണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാൻ എപ്പോഴും പറയണമെന്ന് വെച്ചാൽ അവോധയിൽ ഇന്നും നമ്മൾ കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഒരു എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോയത്. അത് കൊണ്ടുപോയപ്പോഴും നമുക്ക് നല്ല രീതിയിൽ പ്ലേസ്മെന്റ്സും, കരിയർ ടോക്സ് അവോധ കണ്ട് നിങ്ങൾക്ക് കാണാം, നല്ല രീതിയിൽ പ്ലേസ്മെന്റും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട്, നല്ല ആക്റ്റീവായിട്ടും, നല്ല യൂസ്ഫുൾ ആയിട്ട് നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഗുണം കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. ഇത് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഒരു ആവശ്യം വന്നുകൊണ്ടാണ് നമ്മളൊരു സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതും നമ്മൾ ഏറ്റവും റെക്കഗ്നൈസ്ഡ് ഉള്ള സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്ന സർട്ടിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നും ഇറ്റ് ഇസ് അപ് ടു യു. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ അനുസരിച്ചാണ്. പക്ഷെ എന്താണെങ്കിലും അവോധന ഈ കഴിഞ്ഞ ഒരു 3.5 വർഷം, 4ാമത്തെ വർഷത്തേക്ക് കടക്കുന്ന ഈ സമയം വരെ ഞങ്ങളെ എല്ലാ വിദ്യാർത്ഥികളും ഒത്തിരി അധികം, നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ഒത്തിരി അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥാപനം ഇവിടെ വരെ എത്തിക്കാനായിട്ട്. ഇനി ഒരു പുതിയ നീക്കം, അതായത് നമ്മൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ആൻട്രപ്രണർഷിപ്പിന്റെ NSDCയുടെ അക്രഡിഷൻ എടുത്തതിന് ശേഷം ഉള്ള അവോധയുടെ ഈ പുതിയ വെർഷനെയും നിങ്ങൾ അതേ രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ നീണ്ട വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.